മാർക്കറ്റ്, സിറ്റി സെന്റർ, കണ്ണൂർ. മുസ്ലിം പള്ളികൾ കഴിഞ്ഞാൽ ഹിന്ദു ക്ഷേത്രങ്ങളും കാവുകളും മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ കാണാം. മാട്ടൂലിലെ പ്രധാന കാവുകളിലൊന്നായ ശ്രീ കൂർമ്പകാവിനെയും മാട്ടൂൽ സൗത്തിലെ പൂമരത്തിൻ കീഴ് കാവിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. ആരാധനാമൂർത്തികളായ ശ്രീ കൂർമ്പയും അഗ്നിദേവിയും പ്രത്യക്ഷപ്പെടുന്നത് മാട്ടൂൽ സൗത്തിലുള്ള കുനിമ്മൽ എന്ന സ്ഥലത്താണ്. അവിടെ നിന്നും ദേവീദേവന്മാർ അടുത്തുള്ള പടിഞ്ഞാർ എന്ന തറവാട്ടിലേക്ക് മാറുന്നു. പിന്നീട് സമീപമുള്ള പൂമരത്തിൻ കീഴിൽ എന്ന സ്ഥലത്ത് പാർക്കുകയും പിൽക്കാലത്ത് വടക്കോട്ടു പോയി ഇന്ന് കാണുന്ന ശ്രീ കൂർമ്പക്കാവ് പരിസരത്ത് ആരാധനാ നിമഗ്രരാവുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തെക്കുംപാട് ദ്വീപിലെ താഴേക്കാവ് ക്ഷേത്രം. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. പെൺതെയ്യം കെട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം. ദേവക്കൂത്ത് എന്ന പേരിലാണ് പെൺതെയ്യം അറിയപ്പെടുന്നത്. തെക്കുംപാടിൽ ജൈവ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ തുരുത്തുകളുമുണ്ട്. ഒരുപാട് സസ്യവൈവിധ്യം കൊണ്ട് നിറഞ്ഞ ഒരു വിശുദ്ധ വനം ഇവിടെ കാണാം. ഏഴുമലയിൽ മാത്രം കാണുന്ന അപൂർവ സസ്യങ്ങൾ ഈ വനത്തിലുണ്ട്. 1000 വർഷങ്ങളോളം പഴക്കമുള്ള പഴയ കിണറുകളും ക്ഷേത്രവും ഈ വനത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിലെ ആദ്യത്തെ ജനവാസ പ്രദേശം തെക്കുംപാടായിരിക്കാം. മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി ക്രിസ്ത്യൻ മിഷണറിമാർ മറ്റു ദേശങ്ങളിൽ എന്ന പോലെ മാട്ടൂലിലും എത്തിച്ചേർന്നിട്ടുണ്ട്. 1939-40 കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ട ബാസൽ മിഷൻ സുവിശേഷ പ്രവർത്തകരാണ് ആദ്യമായി മാട്ടൂലിൽ എത്തുന്നത്. ഇക്കൂട്ടർ മാട്ടൂൽ ഗ്രാമീണ വായനശാലയ്ക്ക് സമീപം ഇവരുടേതായി ഒരു ചർച്ച് സ്ഥാപിച്ചു. അധികം വൈകാതെ തന്നെ റോമൻ കത്തോലിക്ക സഭയും ഇവിടെ എത്തിച്ചേർന്നു. പിന്നീട് ഇവരുടേതായ ഒരു ചർച്ചും കന്യാമഠവും ഒരു UP സ്കൂളും മാട്ടൂൽ സെൻട്രലിൽ സ്ഥാപിക്കപ്പെട്ടു. പരിശുദ്ധ ആത്മാവേ നീഴും നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചവരിൽ ഫാദർ ജോൺ സക്കറിയയും ഫാദർ ടഫറയും പ്രത്യേകം ഓർക്കപ്പെടേണ്ട പേരുകളാണ്. ഇവിടെ ഇന്നുള്ള ക്രിസ്തുമത വിശ്വാസികളുടെ പൂർവികർ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി വന്നവരുടെ ശ്രമഫലമായി ഹിന്ദുമതത്തിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ടവരാണ്. ആത്മീയ ചൈതന്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു ഭൂതകാലം ഈ ദേശത്തിനുണ്ടായിരുന്നു. മുസ്ലിം ഭവനങ്ങളിൽ സന്ധ്യാനേരത്ത് ഖുർആൻ പാരായണം കൊണ്ടും സ്വലാത്ത് ദിക്റുകളാലും, ഹിന്ദു വീടുകളിൽ സന്ധ്യാദീപം തെളിയിച്ച് നാമം ജപിച്ചും, ക്രിസ്ത്യൻ വീടുകളിൽ ക്രിസ്തീയ കീർത്തനങ്ങളാലും അന്നത്തെ സായം സന്ധ്യകൾ ഭക്തിസാന്ദ്രമാക്കാൻ ഇവിടുത്തെ പഴയകാല തലമുറയ്ക്ക് കഴിഞ്ഞിരുന്നു. മദ്രസകളും അതുപോലെ ദീനി വിദ്യാഭ്യാസ സംരംഭങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും മുമ്പത്തെ പോലെ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറ വളർന്നു വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിന് കാരണം? കേവലം തങ്ങളുടെ കുട്ടികളെ മാമൂൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മദ്രസകളിൽ അയച്ചതുകൊണ്ട് ധാർമ്മിക ബോധമുള്ളവരായി വളർന്നു വരണം എന്ന് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമാണ്. ഒപ്പം വീട്ടിലെ സാഹചര്യവും അതിന് അനുകൂലമായിരിക്കണം. എങ്കിൽ മാത്രമേ അവർ ധാർമ്മിക ബോധമുള്ളവരായി വളർന്നു വരികയുള്ളൂ. വീട്ടിലെ സാഹചര്യം മദ്രസയിൽ നിന്നും അവർ പഠിക്കുന്ന പാഠങ്ങൾക്ക് വിപരീതമായിട്ടാണെങ്കിൽ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറ വളർന്നു വരിക എന്ന് സൃഷ്ടിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ വിരളമായി സംഭവിക്കുകയുള്ളൂ.
എന്നാൽ ഇന്ന് ടെലിവിഷൻ ചാനലുകളിൽ സന്ധ്യാനേരത്ത് പ്രത്യക്ഷപ്പെടുന്ന സീരിയലുകൾ പ്രായഭേദമന്യേ ഈ ദേശത്തെ ജനതയെ ആത്മീയ ചിന്തകളിൽ നിന്ന് ഏറെക്കുറെ പിറകോട്ട് തള്ളിയതായി കാണാം. വിഷ്വൽ മീഡിയയുടെയും ചാനലുകളുടെയും കടന്നുകയറ്റം മൂലം കുട്ടികളുടെ ധാർമ്മികമായ ഉയർച്ച മുരടിച്ചു പോകുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. കൂടുതൽ പറയേണ്ടതില്ലല്ലോ. വൃദ്ധരായ ആളുകളുടെ കയ്യിൽ പോലും ഇന്ന് തസ്ബീഹ്മാലയ്ക്ക് പകരം റിമോട്ട് കൺട്രോളുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം ഇത്തരം ഒരു ഗാർഹിക പശ്ചാത്തലത്തിൽ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറ വളർന്നു വരിക വളരെ പ്രയാസകരമാണ്. അപ്പോൾ ഇന്നത്തെ കുടുംബ സാഹചര്യം എന്നത് പാടെ മാറേണ്ടതുണ്ട്. അൽ മസർ ഹോം അപ്ലയൻസസ് അബുദാബി മുസഫയിൽ ആദ്യമായി അതിനൂതനമായ ഹൗസ് ഹോൾഡ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇനങ്ങളുടെ വിശാലമായ ഷോറൂം. അൽ മസർ ഹോം അപ്ലയൻസസ്, മുസഫ, അബുദാബി. മാട്ടൂൽ ഗ്രാമത്തിലെ പൂർവികരിലധികവും മത്സ്യബന്ധന കാർഷിക രംഗങ്ങളിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്ത് കഴിഞ്ഞവരായിരുന്നു. ഒപ്പം ചെറിയ ഒരു ശതമാനം ആളുകൾ കൂലിവേലകൾ ചെയ്ത് കുടുംബം പുലർത്തിയവരുമുണ്ടായിരുന്നു. എന്നാൽ അക്കാലത്ത് ജോലിക്ക് വേതനമായി ഭക്ഷണമായിരുന്നു അത്രേ നൽകിയിരുന്നത്. നാടു ചൊല്ലു നാട്ടുവിശേഷങ്ങൾ ചൊല്ലു തോഴി, നാളിൽ നാളിൽ കേട്ട നാട്ടറിവുമെൻ കുറത്തി, പോയ കാലത്തെങ്ങനെ ഇന്നെങ്ങനെ നിന്നാട്, മുഖ്യ തൊഴിലെന്തു നിന്റെ നാട്ടിലതും ചൊല്ലു. കുളങ്ങൾ പുഴകളിൽ താരാട്ടു പാടും നേരം, ആഴിത്തിരമാലകളിലുയലാടും തീരം, എന്തിലും സമൃദ്ധമായ നീണ്ട കടലോരം, തെങ്ങോലത്തലപ്പുകൾ തണൽ വിരിക്കും മാട്ടൂൽ. മത്സ്യബന്ധനത്തെ സംബന്ധിച്ച് ഇന്നുണ്ടാകുന്ന ആധുനിക രീതികളല്ലാത്തൊരു മത്സ്യബന്ധനമാണ് അന്നുണ്ടായത്. അതായത് പഞ്ഞിനൂല് കൊണ്ട് ഉണ്ടാക്കുന്ന വല കൊണ്ടാണ് അന്ന് മീൻ ബന്ധനം നടത്താറുള്ളത്. അത് ചൂടി കൊണ്ടുണ്ടാക്കുന്ന തട്ടുകളും അതിൽ പോത്ത് പിണക്കിക്കൊണ്ടുള്ളൊരു മത്സ്യബന്ധനമാണ് അന്ന് നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ നെയ്തം നൂലുകളോ മറ്റു കാര്യങ്ങളോ മെഷീനറിയോ ഒന്നുമില്ല. ഈ വെങ്കണ എന്ന മരങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന തണ്ടുകൾ വലിച്ചാണ് അന്ന് തോണികൾ പുറം കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുക. ഒരു 18 കൂട്ടം പലക്കാർ ആളുണ്ട്. പലയാളും പല പേര് വന്ന് അത് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ ആളേക്കാണ് മനസ്സിലാകാനും വേണ്ടിക്ക് ഇന്ന പലക്കാരെ വരുന്ന മനസ്സിലാകാനും വേണ്ടിക്ക് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ പേര് പറയുന്നു. അവർക്ക് പല പേരുകളുണ്ട്. എണപ്രാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തയ്യാൾപ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പാരയംകൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊമ്മൻതാൾപ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ കണ്ട ഒരു 10 പേര് പറയുന്ന കൂട്ടുതോണികളായിട്ടാണ് അന്ന് മത്സ്യം പിടിക്കുക. കൂടാതെ ചൂടി പിരിച്ചും തെങ്ങോല മുടഞ്ഞും ചായക്കടകളിലേക്ക് അപ്പം ചുട്ടും ജീവിതമാർഗം കണ്ടെത്തിയിരുന്ന വലിയൊരു ശതമാനം സ്ത്രീകൾ ഇവിടുത്തെ പൂർവികരിൽ ഉണ്ടായിരുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഈ ഗ്രാമം മുൻകാലങ്ങളിൽ വിപ്ലവകരമായ നേട്ടം കൈവരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് പൂർണ്ണമായും വെല്ലുവിളിയുടെ വക്കത്താണ്. അന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാത്രമല്ല, അയൽ സംസ്ഥാനമായ മദ്രാസ്, മംഗലാപുരം എന്നിവിടങ്ങളിലേക്കും ഇവിടെ നിന്നും മത്സ്യങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന ഇവിടുത്തെ ഗ്രാമീണവാസികൾ നേരിട്ടും അല്ലാതെയും ഈ മേഖലയിൽ ജോലി ചെയ്തു വന്നിരുന്നു. ഇന്നത്തെ തലമുറയിലെ പൂർവികരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതാണ്. ആ മത്സ്യബന്ധനം നടത്തി കിട്ടുന്ന മത്സ്യങ്ങൾ ഇവിടെ പ്രസ് എന്ന് പറഞ്ഞ് 1, 2, 3 പ്രസ്സുകൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രസ്സിൽ കൊണ്ടിട്ടാണ് അത് അവർ മാട്ടിക്കൊണ്ട് അതിൻ്റെ എണ്ണയും അതിൻ്റെ മറ്റ് വസ്തുക്കളും വേറെ തിരിച്ചുകൊണ്ട് ഈ എണ്ണകൾ ഉപയോഗമായി ആവശ്യമായി വന്നവർക്ക് കൊടുക്കുകയും ഈ പൊടിക്കൊക്കെ വിദേശത്തുനിന്ന് ആളുകൾ വന്നുകൊണ്ട് അതിന് വിലയാക്കിയിട്ട് അന്ന് വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം.
എന്നാൽ അത് ഇവിടെ ചീനയിൽ തന്നെ കയറ്റിയിട്ടാണ് അക്കരക്കൊക്കെ കൊണ്ടുപോയി വണ്ടി പിടിച്ച് കൊണ്ടുപോകാറുള്ളത്.